നമ്മുടെ മോളായതുകൊണ്ട് പറയല്ല, അവക്ക് തൊഴിലിനോടുള്ള ആത്മാർത്ഥത അത് വേണം. അതാരായാലും സമ്മതിച്ചു പോകും മോനെ. പാതിരാത്രിയാണെന്നോ പകലാണെന്നോ പട്ടാപ്പകലാണെന്നോ അവക്ക് യാതൊരു മടിയില്ല, ആത്മാർത്ഥത. എപ്പ വന്ന് ഷൂട്ടിങ്ങിന് വിളിച്ചാലും അവള് റെഡിയാ. അത് ശരി, അങ്ങനെ വേണം എപ്പോഴും. സിനിമാ നടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിക്കട്ടെ. അത് തന്നെയല്ല, അവൾ ഒറ്റ ടേക്കിൽ ഓക്കെ ആണെന്നാണ് എല്ലാവരും പറയണേ. ഒറ്റ ടേക്കിൽ ഓക്കെ, പിന്നെ ടോപ്പ് സൂപ്പർ സ്റ്റാർ ആയി. എന്റെ പൊന്നെ, എനിക്ക് ആ ചെറുക്കന്റെ യോഗം. അത് തന്നെയല്ല മോനെ, അവളുടെ കുറെ കൂട്ടുകാരികൾ ഇന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സിനിമാടികള്. മറ്റേ നവ്യ നായരും മീരാ ജാസ്മിനൊക്കെ ആയിരിക്കും. അതൊക്കെ കൊച്ചു കിടാങ്ങളല്ലേ, അവളുടെ ഏജിലുള്ള ആൾക്കാര്, അവളുടെ കൂട്ടുകാരികളാ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഒറ്റ ഉണ്ടായിരുന്നു, എന്നിട്ട് അവരുടെ പേര് ഷക്കീല, പിന്നെ രേഷ്മ, പിന്നെ ഒരു നസ്രാനിച്ചി ഉണ്ടായിരുന്നു മറിയ, പിന്നെ സിന്ധു. എല്ലാവരും തമ്മിൽ എന്ത് സഹകരണം. ഞാൻ ഉദ്ദേശിച്ച ആൾക്കാർ അതാണ് ഫ്രണ്ട്സ്. നല്ല സഹകരണവന്, നല്ല ആൾക്കാരാ. ജനങ്ങളൊക്കെ കൂടിയാ. അല്ലോ എന്തോരോ ആൾക്കാരായിരുന്നു ഇവിടെ, വീടിന്റെ മുറ്റം നിറച്ച് എന്തോരോ ആൾക്കാരായിരുന്നു മോനെ. ഫുട്ബോൾ കളി കാണാൻ നിൽക്കണ ഫ്രണ്ട്സ് ഒക്കെ ഇതാണ്. പിന്നെ മോനെ, ഇവള് ഷൂട്ടിങ്ങിന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാ ആ സ്ഥലത്ത് ഭയങ്കര ഉണർവാണെന്നാണ് പറയണേ. പിന്നെ ഇല്ലാണ്ടിരിക്കോ? ഉണർവാണ്. അതുപോലെയാണ് ഇവളുടെ മോന്ത. നല്ല ഇതാണല്ലോ, നല്ല കാശൊക്കെ കിട്ടണോ? കാശൊന്നും അത്ര ഒന്നും ഇല്ലാട്ടാ. ഈ വീടൊക്കെ ഇങ്ങനെ കഷ്ടി പുഷ്ടി കഴിഞ്ഞു പോണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മോനെ, ഈ സിനിമയിൽ എല്ലാത്തിനും കാശ് കിട്ടും. എല്ലാത്തിനും കാശ്. കഥ എഴുതണേന് കാശ് കിട്ടും, കഥ പറയണേന് കാശ് കിട്ടും, കഥ ഷൂട്ട് ചെയ്യണേന് കാശ്, അഭിനയിക്കണേന് കാശ്, വെളിച്ചം കൊണ്ടു വയ്ക്കണേന് കാശ്. ഇവക്ക് അതിനൊന്നിനും അല്ല കാശ്, കഥ കേക്കണേനാ. കഥ കേക്കണേന് കാശാ? ഞാൻ ആദ്യമായിട്ടാണല്ലോ കഥ കേക്കണേന് കാശ്. ചില സംവിധായകർ ഇവളെ വിളിച്ചുകൊണ്ടു, എന്നിട്ട് അവക്ക് കഥ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവളെ പറഞ്ഞ് കേൾപ്പിക്കും. മുയ്യാൻ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് അവര് വിടുവുള്ളൂ. ഇപ്പൊ ഇറങ്ങണ പടമൊന്നും അവൾക്ക് ഇഷ്ടമല്ല. ദിലീപിന്റെ പടം മോഹൻലാലിന്റെ പടം ഒന്നും ഇഷ്ടമല്ല. കഥ കൊള്ളൂല എന്ന് അവള് പറയണ. അവ തന്നെയല്ല മോനെ, ഇവളുണ്ടല്ല ഒരു സിനിമയിൽ അങ്ങോട്ട് അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ അടുത്ത സിനിമ അങ്ങോട്ട് തുടങ്ങണതിന് മുമ്പ് ഇവൾ അപ്പ തന്നെ പാക്കപ്പ് പറയും. അവള് പാക്കപ്പ് പറയും. അവള് നേരെ വീട്ടിലേക്ക് വരും, നമ്മളെ കൊണ്ടുപോകില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഏതായാലും മോള് സിനിമാടിയല്ല, ഷൂട്ടിങ്ങിലെ ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ടാ? നമ്മളാ അല്ലത് ഞാൻ പോയിട്ടില്ല. പോയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം നമ്മള് പോയി. എങ്ങനെയാണ് ഒരു പ്രാവശ്യം നമ്മള് പോയി മോനെ. നമ്മള് ചെന്നപ്പോ രാത്രി ഷൂട്ടിംഗ് ആയിരുന്നു. കൊറേ നേരം പുറത്തൊക്കെ എടുത്തു. അപ്പൊ നമ്മൾ അവിടെ നിന്നാലും താടി വെച്ചിട്ട് ഒരുത്തം പറയും ഫീൽഡാണ് അവിടെ നിന്ന് മാറിയിരിക്കുന്നു പറയും. അവസാനം എന്ത് ചെയ്തു, വീടിനകത്തുള്ള സാധനം എടുക്കാൻ തുടങ്ങി. അപ്പോഴും നമ്മുടെ അടുത്ത് എന്ത് പറയും, ഫീൽഡാണ് അവിടെ നിന്ന് മാറിയിരിക്കുന്നു. അപ്പൊ ഏതാണ്ട് എത്ര സമയം? ഒരു 12:30 കാണും. എന്റെ മോളായതുകൊണ്ട് പറയണതല്ല, ഇവൾക്കുണ്ടല്ല ഈ സിനിമയിൽ പറഞ്ഞു കൊടുക്കണ ഒരു പരിപാടി ഉണ്ട്. ഒരാൾ അതിനെന്തുട്ടാ പറയണത്? അതിന്റെ ഒന്നും ആവശ്യം വെക്കില്ല. ഇതൊക്കെ എല്ലാം കാണാ പാടമാണ്, കംപ്ലീറ്റ് ഇവക്ക് കാണാ പാടമാണ്. പഠിച്ച കള്ളിയാണ് വരാണ്ടിരിക്കും. നീ എപ്പോഴും ഇങ്ങനെ തട്ടല്ലേട്ടാ, എനിക്ക് എപ്പോഴും കൺട്രോൾ ഒരു ആവേശം കൊണ്ടുപോയി. എനിക്കങ്ങനെ വേറൊരു കേസ് ഞാൻ ചോദിക്കട്ടെ. ചെറുക്കൻ അവിടെ കൊണ്ടുവന്ന് സൈനവേനെ കണ്ട്, അവിടെ സിനിമാ നടിയാണ്. ചെറുക്കൻ ഒരു പാവപ്പെട്ടവനാണ്. ഇത് ഒരുമിച്ച് ഇവര് കല്യാണം കഴിഞ്ഞ് റോഡേ പോകുമ്പോ പ്രശ്നമാണല്ലോ. റോഡേ പോകുമ്പോ എന്ത് പ്രശ്നം? നാട്ടുകാരെ കൂടി വന്ന് സിനിമാ നടി പോണെന്ന് പറഞ്ഞു പിച്ചേ മാന്തേ ഞോണ്ടേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവര് പ്രശ്നമാവില്ല. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മോളെ കൊണ്ടുണ്ടാവൂലേ? അതങ്ങനെ ഉണ്ടാവണേ. സിനിമാടിയാവുമ്പോ പിന്നെ ആൾക്കാർ കൂടൂലേ, ജനങ്ങൾ കൂടൂലേ? അങ്ങനത്തെ സ്വഭാവക്കാരിയല്ല നമ്മുടെ മോള്. നമ്മൾ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവില്ല. അതങ്ങനെ സ്വഭാവം സിനിമയിൽ അഭിനയിച്ച നടിയല്ലേ? സിനിമാ നടിയാണ്. ആൾക്കാർ കൂടൂലേ? ആൾക്കാർ കൂടും. തോണ്ടും പിച്ചും മാന്തും. പക്ഷെ നമ്മുടെ മോളെ കണ്ട ആരും കൂടൂല. എന്താ? അവളുടെ മോന്ത ഇതുവരെ സിനിമയില് വന്നിട്ടില്ല മോനെ.